അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് വഴറ്റി ഉടച്ചെടുക്കണ്ട, ഒരു 1/4 വേവിലെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ 4 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇത്രയും ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ബ്രൗൺ കളർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഒരു സൈഡ് മുട്ടയിലേക്ക് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മാത്രം മുക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒരു സൈഡ് മാത്രം മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മസാല ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മുട്ട മുക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയായി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നെടുക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.